വിശാൽ. വിശാലാണ് അൻവറിനെ കൊന്നത് JK ആണെന്ന് ആദ്യമായി മൊഴി കൊടുത്തത് അല്ലേ? അതെ സർ. അൻവർ അവസാനമായി പറഞ്ഞത് JKയുടെ വീട്ടിൽ അന്വേഷിക്കാൻ പോകുകയാണെന്നാണ്. എന്തന്വേഷിക്കാൻ? JK ആയിട്ട് അൻവറിന് എന്ത് ബന്ധമാണുള്ളത്? അത് ഞാൻ, പിന്നെ ജതിൻ കൈലാഷ് എന്ന JK, അൻവർ, ആസി എന്ന അസ്രീൽ പർവി, ഞങ്ങളെല്ലാം ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരായിരുന്നു. ഇതിൽ ആസിയുടെ കസിൻ ബ്രദറായിരുന്നു ഈ അൻവർ. അൻവറും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. കോളേജിൽ 2 ഗ്യാങ്ങാണ് ഉണ്ടായിരുന്നത്. ഈഗിളൈസ് എന്ന JKയുടെ ടീമും ഫോക്സൈസ് എന്ന ആസിയുടെ ടീമും. 2 പേരും നല്ല ശത്രുക്കളായിരുന്നു. എപ്പോഴും 1ഉം 2ഉം പറഞ്ഞ് ഇവർ തമ്മിൽ അടി കൂടുമായിരുന്നു. 2 പേരെയും പിടിച്ചു മാറ്റുന്നത് അൻവർ ആയിരുന്നു. അൻവർ 2 ടീമിന്റെ സൈഡിലും ഉണ്ടായിരുന്നു. ആസിയോട് JK നല്ല ശത്രുത ഉണ്ടെങ്കിലും അൻവറിനോടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അൻവർ പറയുന്നത് JK കേൾക്കുമായിരുന്നു. അങ്ങനെയുള്ള അൻവറിനെ JK എന്തിനാണ് കൊന്നത്? അത് എല്ലാം തുടങ്ങിയത് ആസിയുടെയും JKയുടെ പെങ്ങൾ ജാനകിയും തമ്മിലുള്ള പ്രണയത്തിൽ നിന്നായിരുന്നു. JKയുടെ അച്ഛൻ കാരണമാണ് ആസി മരിച്ചത്. ആസിയുടെ മരണം തളർത്തിയത് ജാനകിയും ആസിയുടെ പെങ്ങളായ നാദികയുമായിരുന്നു. ആസിക്ക് പേരൻസ് ഉണ്ടായിരുന്നില്ല. കാർ ആക്സിഡന്റിൽ ആണ് ഇവർ മരണപ്പെട്ടത്. പിന്നീട് ആസിയും പെങ്ങളെയും വളർത്തിയത് അൻവറിന്റെ ഉപ്പയായിരുന്നു. ആസി വളർന്നപ്പോൾ അവർക്ക് ഭാരമാവണ്ടെന്ന് വെച്ച് പെങ്ങളെ അവിടെ നിർത്തി ഒരു പാർട്ട് ടൈം ജോലിക്ക് പോകുമായിരുന്നു. ആസിയുടെയും ജാനകിയുടെയും സ്റ്റോറി നാദിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആസിയുടെ മരണത്തിൽ JKയുടെ ഫാമിലിക്ക് നല്ല പണി കൊടുക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. നാദിയ ആ ടൈമിൽ ഒരു ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് അൻവറിനെ കൂട്ടുപിടിച്ച് നാദിയ JKയും അവൻ്റെ അച്ഛനെയും അവരുടെ ബന്ധങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്തു. ആ ടൈമിലായിരുന്നു JKയുടെ അച്ഛൻ്റെ മരണം. എന്നാൽ അന്വേഷിച്ച് വന്നപ്പോഴേക്കും ഈ JKയുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞു കുട്ടിയുള്ള കാര്യം അറിയുന്നത്. നാടിനും നാട്ടുകാർക്കും അവരെക്കുറിച്ച് അറിയാവുന്നവർക്കുമെല്ലാം ഈ കുഞ്ഞ് JKയുടെ ലിറ്റിൽ ബ്രദർ ആണെന്നാണ്. എന്നാൽ നാദി ഇത് വിശ്വസിച്ചില്ല. അതിനൊരു കാരണമുണ്ട്. ആസി എല്ലാ കാര്യങ്ങളും അവളോട് പറയുമായിരുന്നു. എസ്പെഷ്യലി JK ആൻഡ് JKയുടെ ഫാമിലി. അതിലൊന്നും ഈ ഒരു കുഞ്ഞിനെ എവിടെയും പരാമർശിച്ചിട്ടില്ല. പിന്നീട് അവരുടെ റിസർച്ച് ആ കുഞ്ഞിന്റെ പുറകെ അവരുടെ യാത്രയിൽ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർ ആ കാര്യം കണ്ടെത്തി. അവിടുന്ന് ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എന്താ അത്? നിന്റെ സംശയം ശരിയാണ്. JKയുടെ ബ്രദർ അല്ല അത്. അതുപോലെ അവന്റെ അമ്മയും അച്ഛനും JKയുടെ പേരൻസ് അല്ല. പിന്നെ ആരാ? അത് നിനക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നിന്റെ ആസിയുടെ കുഞ്ഞാണത്. പിന്നെന്തിനാ ഈ JK അവന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു നടക്കുന്നത്? അത് അറിയില്ല, അന്വേഷിക്കണം. ഹലോ, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? അതോ ഈ നസ്രാണി പെണ്ണിനെ എങ്ങനെ ഓർഫനേജിൽ നിന്നും അടിച്ചുകൊണ്ട് പോകുമെന്ന്? അയ്യ, ഒന്ന് പൊടി. അതൊന്നുമല്ല പെണ്ണെ, നമ്മുടെ ശത്രു ആ JKനെ പറ്റി ഒന്ന് അന്വേഷിച്ചിറങ്ങിയതാ. ആണോ? എന്നാ വാ, ഇന്ന് എക്സാം ഉള്ളതാണ്. അയ്യോ, എക്സാം? ഇക്ക, ഞാൻ പോവാണേ. ആ ബൈ എൽസ. എക്സാം കഴിഞ്ഞ് അവിടെ നിന്നേരെ. അയ്യ, മതി കിണിച്ചത്, ഇന്ന് വന്നേ. ഇനി എന്താ പ്ലാൻ? JK എന്തിനാണ് ആസിയുടെ കുഞ്ഞിനെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുന്നത്? മറ്റാരോടും പറഞ്ഞില്ലെങ്കിൽ കൂടെ അവനത് എന്നോടെങ്കിലും പറയാമായിരുന്നു. എന്നോട് പോലും പറയാതെ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കൊന്നറിയണം. ഞാൻ അവനെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. JK സാർ, നല്ലൊരു മാറ്റം തന്നെയാണല്ലോ. അപ്പന്റെ പദവി നീ ഏറ്റെടുത്തോ? ആളെ കൊല്ലാനും ഇല്ലീഗൽ പരിപാടികളൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. നിന്റെ ലിറ്റിൽ ബ്രദറിന് സുഖമല്ലേ? അല്ല, ഇങ്ങനൊരു ബ്രദറിനെ കുറിച്ച് നീ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ പോട്ടെ. നിനക്ക് ഈ പ്രായത്തിൽ ഒരു ബ്രദർ ഉണ്ടാവണേൽ നിനക്കൊരു അമ്മ വേണ്ടേ? അമ്മയില്ലാതെ നിനക്കെങ്ങനെ ഈ പ്രായത്തിലൊരു ബ്രദറിനെ കിട്ടുന്നത്? നീ ഇവിടുന്ന് പോ. ഇല്ല, എനിക്കറിയണം അത് നിന്റെ ബ്രദർ അല്ലെന്ന്. അത് എൻ്റെ ആസിയുടെ കുഞ്ഞല്ലേ. അൻവർ, ഗെറ്റ് ഔട്ട്.
എൻ്റെയോ എൻ്റെ ഫാമിലി കാര്യങ്ങളിലോ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. സോ ഗെറ്റ് ഔട്ട്. ഇക്ക, അത് എൻ്റെ ആസിക്കയുടെ കുഞ്ഞാണേൽ അവനെ നമുക്ക് വേണം. എൻ്റെ ഇക്ക ഇല്ലാതാക്കിയവരെ കൂട്ടുനിന്നവരുടെയും വീട്ടിൽ എൻ്റെ കുഞ്ഞ് ജീവിക്കണ്ട. അവനെ എനിക്ക് വേണം. പിന്നീട് അൻവർ പലതവണ ഈ കാര്യം പറഞ്ഞ് ജെ.കെയെ സമീപിച്ചു. എന്നാൽ ജെ.കെ അവനുള്ള ഉത്തരത്തിലേക്ക് എത്തിയില്ല. അൻവർ എങ്ങനെ പുറകെ നടക്കുന്നത് ജെ.കെക്ക് വല്ലാത്ത ഇറിറ്റേഷനായി. പിന്നീട് ഇവർ രണ്ടും നല്ല എനിമീസായി. പണ്ട് കോളേജിൽ എല്ലാവരും പറയുമായിരുന്നു, എന്തൊക്കെ വന്നാലും അൻവറിനെയും ജെ.കെനെയും പിരിക്കാൻ പറ്റില്ലെന്ന്. ആ വാക്ക് പാഴ്വാക്കായി. അങ്ങനെ ഒരു ദിവസം, നീ പോകുവാണോ? നാളെ അവനും കുഞ്ഞും മുംബൈയിലേക്ക് പോകുക. അതിനു മുന്നേ എനിക്ക് അവന്റെ വായിൽ നിന്ന് തന്നെ അറിയണം. പറ്റിയാൽ നാദുവിന് കൊടുത്ത വാക്കെനിക്ക് പാലിക്കുകയും ചെയ്യണം. ആസിയുടെ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കണം. അതും പറഞ്ഞ് അവൻ പോയതാ. പിന്നീട് അവനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ജെ.കെ ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ നാദിയ അവിടെ എത്തിയത് അവളുടെ ഏട്ടൻ്റെ കുഞ്ഞിനെ തേടി. അതെ ആടോ. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. എന്താടോ, വലിയ ആലോചനയിലാണല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എങ്ങനെ തുടങ്ങിയ കേസാണ് ഒരു കപ്പിളിനെ പിടിക്കാൻ പോയിട്ട് 3 കപ്പിൾ സ്റ്റോറി കേൾക്കേണ്ട അവസ്ഥ വന്നു. അതും 3 ടൈപ്പ് ഓഫ് സ്റ്റോറീസ്. തനിക്കിതിൽ ഏത് ലവ് സ്റ്റോറിയാണ് ഇഷ്ടമായത്? എനിക്കിതിൽ 3 ലവ് സ്റ്റോറിയും ഇഷ്ടമായി. കാരണം ഇത് 3നും ഒരർത്ഥമുണ്ട്. നമ്മൾ കേട്ട ഒന്നാമത്തെ ലവ് സ്റ്റോറി മരിച്ച മേധയുടെ അച്ഛനമ്മമാരുടെ ലവ് സ്റ്റോറി, അതായത് ജിതിൻ കൈലാഷ് എന്ന ജെ.കെയുടെയും നാദിയ മെഹറിൻ്റെതും. ഇവർക്ക് 2 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ പെങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതും മറ്റേയാൾ ആങ്ങളയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്നതും. 2 പേരും അവർക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അഥർവിനെ നോക്കാൻ വന്ന നാദിയയോട് ആ ടൈമിലെ ജെ.കെക്ക് എന്തേലും തോന്നിക്കാണും. തോന്നാതിരിക്കത്തില്ല, മനുഷ്യനല്ലേ ഉള്ളേ. അപ്പൊ പറഞ്ഞു വന്നത്, നാദിയയ്ക്കും അവനോട് തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജെ.കെ നാദിയ തടയാതിരുന്നതും അവന്റെ കുഞ്ഞിനെ ജന്മം നൽകണമെന്നും വാശി പിടിച്ചതും. നോട്ട് ദ പോയിന്റ്. പരസ്പരം ഇവർക്ക് ഫീലിങ്സ് തോന്നിയിരുന്നു. എന്നാൽ തന്റെ എനിമിയാണ് മുന്നിൽ നിൽക്കുന്നേ എന്ന ഒരു മതിൽ 2 പേർക്കും തോന്നിയ കാരണം അവരുടെ ഫീലിങ്സിനെ അവർ മറച്ചു വെച്ചു. എന്നാൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ആ മതിൽ പൊട്ടി അവർ പരസ്പരം ഒന്നിക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് അഥർവിൻ്റെയും മേധയുടെയും ലവ് സ്റ്റോറിയായിരുന്നു. എൻറ്റയർലി ഡിഫറെൻറ്റ് ലവ് സ്റ്റോറി. ഇതുവരെ കേൾക്കാത്ത ഒന്ന്. ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങിയ ഫീലിങ്സിൽ നിന്നും തനിക്ക് അവളെ മാത്രം മതി, ഇല്ലിൽ അവൾ മാത്രം തൻ്റെ ജീവിതത്തിലേക്ക് മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയ 2 പേർ. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പോക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഡ്രഗ്സിൻ്റെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും തോന്നുന്ന അഫെക്ഷൻ ട്രൂവിലേക്ക് മാറാൻ 99% ചാൻസ് ഇല്ല. ആ 1%ലാണ് അഥർവ് വിജയിച്ചത്. അഥർ മേധയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. ആ ബുക്ക് വായിച്ചതിൽ നിന്നും പിന്നെ ഈ അല റോസ് അവർ പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യം, അഥർ മേധയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അതിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ജെ.കെ ആണെങ്കിൽ കൂടെ. സോ ജീവൻ കൊടുത്താണ് 2 പേരും സ്നേഹിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ട്വിസ്റ്റായിട്ടുണ്ടായിരുന്ന അഥർവിൻ്റെ അച്ഛനമ്മമാരുടെ സ്റ്റോറി. ഒരു ക്ലാസിക് ലവ് സ്റ്റോറി, ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് വൺ തിങ്, എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും 2 പേരും അവരുടെ പ്രണയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ദേ ഫൈറ്റ് എഗെയിൻസ്റ്റ് ദെയർ ബൗണ്ടറീസ്. എന്തായാലും കൊള്ളാം. ഇനി വേണ്ടത് ജെ.കെ പെങ്ങടെ കുഞ്ഞിനെ സ്വന്തം ബ്രദർ എന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയണം. ആൻഡ് എ.പി. അയാൾക്ക് ഈ മേധയുടെയും അഥർവിൻ്റെയും മരണത്തിൽ
എന്താ റോളെന്നും അറിയണം. ആ, ഇന്ന് നമുക്ക് ജെകെ കാണാൻ പറ്റും. അയാളുടെ സ്റ്റാഫിനെ വിളിച്ച് നോക്കിയിരുന്നു. ഇന്ന് അയാൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. എത്തട്ടെ, നമുക്കെന്തായാലും കാണണം. അതിനു മുന്നേ ഈ കേസ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇതുവരെയുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് മേധ മെഹറിൻ, 19 ഇയേഴ്സ്. ഇതായിരുന്നു ഈ കേസിൻ്റെ ഫസ്റ്റ് വിക്ടിം. കഴിഞ്ഞ ഡിസംബർ 25-ന് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്നുമാണ് സൂയിസൈഡ് ചെയ്ത നിലയിൽ ബോഡി കിട്ടുന്നത്. പ്രണയനൈരാശ്യം മൂലമാണെന്ന് കുട്ടിയുടെ ഫാദർ സമ്മതിച്ചതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ ഡിസംബർ 29-ന് കേസ് ക്ലോസ് ചെയ്യുന്നു. ഈ കേസ് ക്ലോസ് ചെയ്തതിൻ്റെ 7 ദിവസം കഴിഞ്ഞ്, അതായത് ജാനുവരി 6-ന് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചാണ് അഥർവ് എന്ന ചെറുപ്പക്കാരൻ മരിക്കുന്നത്. അതിൽ റിലേറ്റീവ്സിന് യാതൊരു അസ്വാഭാവികതയും ഇല്ലാത്തതുകൊണ്ട് ആ കേസും ക്ലോസ് ആക്കുന്നു. പിന്നീടാണ് തുടർച്ചയായി ഒരു പെൺകുട്ടിയുടെ കോൾ വരുന്നത്, ഇവരുടെ മരണത്തിൽ ദുരൂഹത പ്രകടിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്തത്. റീഓപ്പൺ കേസ് അന്വേഷിച്ചത് CBI ഓഫീസറായ ദീക്ഷിത് ശിവപ്രസാദും FBI ഓഫീസറായ വാമിക സുരേന്ദ്രനുമായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇവർ പഠിച്ച കോളേജിൽ പോയി മൊഴിയെടുക്കൽ നടത്തിയിരുന്നു. അതിൽ നിന്നും അല അൻവർ എന്ന പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായി വരുന്നു. എന്നാൽ ഈ അലയുടെ ഭാഗത്തു നിന്നും നെഗറ്റീവ് റെസ്പോൺസ് ഒന്നും തന്നെ കിട്ടിയില്ല. അലയുടെ മൊഴിയെടുക്കലിൻ്റെ ഭാഗമായി കുട്ടിയുടെ അമ്മയായ എൽസ അൻവറിനെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായി വന്നു. ഇവർ മരിച്ച മേധ മെഹറിൻ്റെ അമ്മയായ നാദിയ മെഹറിൻ്റെ പ്രിയ സുഹൃത്തും നാദിയയുടെ കസിൻ ബ്രദറായ അൻവർ ഇബ്രാഹിമിൻ്റെ ഭാര്യയുമായിരുന്നു. എൽസ അൻവറിൻ്റെ മൊഴിയെടുക്കലിൽ നിന്നും മരിച്ച മേധയുടെ അച്ഛനായ JK എന്ന ജതിൻ കൈലാഷിൻ്റെ ലിറ്റിൽ ബ്രദറായ അപ്പു എന്ന അഥർവിനെ നോക്കാൻ വന്ന ആയിരുന്നു നാദിയ മെഹറിൻ. എന്നാൽ ചില സാഹചര്യങ്ങൾ കാരണം JKയും നാദിയയും ഇൻറ്റിമേറ്റ് ആവുകയും അതിൻ്റെ ഫലമായി അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. ഈ കുഞ്ഞാണ് മരിച്ച മേധ മെഹറിൻ. കുഞ്ഞിൻ്റെ ജനനത്തോടെ നാദിയ മരിക്കുകയായിരുന്നു. എന്നാൽ എൽസയുടെയും അലയുടെയും മൊഴിയെടുക്കലിൽ നിന്നും വ്യക്തമായ കാര്യം അൻവർ ഇബ്രാഹിമിനെ കൊന്നത് JK ആണെന്നായിരുന്നു. ഇത് നിലനിൽക്കെ തന്നെ മേധയുടെ റൂം സെർച്ച് ചെയ്യാനായി ഞങ്ങൾ എത്തുകയും അവിടെ നിന്നും മേധ എഴുതിയ ചെറിയ നോട്ട് കിട്ടുകയും അതിൽ നിന്നും മേധയും അഥർവിൻ്റെയും റിലേഷൻ ഡ്രഗ്സിൻ്റെ പുറമെയാണെന്നും അറിഞ്ഞു. തുടർന്ന് വീണ്ടും ആ അൺനോൺ നമ്പറിൽ നിന്നും ആ പെൺകുട്ടിയുടെ കോള് വന്നതിനെ തുടർന്ന് അവളെ കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. റോസ്മരിയ എന്ന കുട്ടിയായിരുന്നു കോൾ ചെയ്തിരുന്നത്. മരിച്ച മേധയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഈ കുട്ടി. റോസിൻ്റെ മൊഴിയെടുക്കലിൽ നിന്നും അഥർവിൻ്റെയും മേധയുടെയും ഫാൻറ്റസിക്ക് വേണ്ടിയുള്ള പ്രണയം അല്ലെന്നും അവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആണെന്നും മനസ്സിലായി. അലയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ മേധയ്ക്കും അഥർവിനും തുടർന്ന് ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. അല മുഹമ്മദ് ഫൈസാൻ എന്ന ആളുമായി പ്രണയത്തിലാവുകയും ചെയ്തെന്ന് റോസിൻ്റെ മൊഴിയിൽ നിന്നും വ്യക്തമായി. തുടർന്ന് ചില സംശയങ്ങൾ ആ കുട്ടി പ്രകടിപ്പിക്കുകയുണ്ടായി. മേധ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ വരെ ആ കുട്ടി നല്ല സന്തോഷത്തിൽ ആണെന്നും പ്രണയനൈരാശ്യം എന്നതിൻ്റെ ഒരു അണുപോലും തോന്നിപ്പിക്കുന്ന മട്ടിൽ അവൾ പെരുമാറിയിട്ടില്ലെന്നും അവൾ നല്ല ഹാപ്പിയായിരുന്നെന്നും വ്യക്തമായിരുന്നു. റോസിൻ്റെയും മേധയുടെയും സംഭാഷണത്തിൽ നിന്നും മേധ അവൾക്കൊരു കോൾ വന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായെന്നും അതിനെ അവർ കാര്യമാക്കിയില്ലെന്നും സൂചിപ്പിച്ചു. തുടർന്ന് സംശയമുണ്ടാക്കിയത് മേധയുടെ ഫാദർ പറഞ്ഞ പോയിന്റായിരുന്നു. AP എന്ന ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന രീതിയിൽ സംസാരിച്ചതും പറഞ്ഞിരുന്നു. തുടർന്ന് ഞങ്ങൾക്ക് അൻവർ കേസിൻ്റെ റിപ്പോർട്ട് നോക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ആ റിപ്പോർട്ട് നോക്കി. അതിൽ നിന്നും ചില കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള അൻവറിൻ്റെ ഫ്രണ്ട് വിശാലിനെ കാണാൻ പോയിരുന്നു. വിശാലിൻ്റെ മൊഴിയിൽ നിന്നും അഥർവ് എന്ന അപ്പു JKയുടെ പെങ്ങളായ ജാനകിയുടെയും ആശ്രയിൽ പർവിൻ്റെയും മകൻ ആണെന്നാണ്. തൻ്റെ മകളുമായുള്ള ബന്ധത്തെ എതിർത്തുകൊണ്ട്
ആസ്രിയലിനെ കൊന്നത് JKയുടെ അച്ഛനായ കൈലാഷ് ജഗന്റെ നേതൃത്വത്തിൽ ആയിരുന്നു. എന്നാൽ അതിനുശേഷം പെങ്ങടെ കുഞ്ഞിനെ സ്വന്തം അനിയനായി മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുകയായിരുന്നു JK. എന്തിനു വേണ്ടി? APയാരാണ്? APക്ക് ഇവരുടെ മരണത്തിൽ എന്താണ് പങ്കുള്ളത്? ഇതാണ് അറിയാനായിട്ടുള്ളത്. സെറ്റല്ലേ? അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെ പറയാനാ? ബാക്കി കൂടെ സെറ്റാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കാം. വാ, സമയം കളയണ്ട, നേരെ JK പിടിക്കാം. നിങ്ങൾ നിഗൂഢതകളുടെ ഒരു വൻ കേന്ദ്രമാണ്. ഒരു 50% ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നോട് ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് AP? APക്ക് എന്താണ് മേധയുടെയും മധുവിൻ്റെയും മരണത്തിൽ പങ്ക്? AP ഈസ് ആസ്രിയൽ പർവീൻ, നാദിയുടെ ബ്രദറാണ്. സോ നാദുവിൻ്റെ കുഞ്ഞിനെ തേടിയാണ് അവൻ വന്നത്. ബട്ട് എവിടെന്നോ കയറി വന്ന എൻ്റെ കുഞ്ഞുങ്ങളെ പറിച്ചെടുക്കാനും ഇല്ലാതാക്കാനും നോക്കിയാൽ എനിക്കിത് സഹിക്കില്ല. ദാറ്റ്സ് വൈ എൻ്റെ ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത്. അതിപ്പോൾ ഏത് നാറിയ പണിയാണെങ്കിൽ കൂടെ എൻ്റെ കുട്ടികളാണ് എനിക്ക് ഇമ്പോർട്ടൻസ്, എൻ്റെ ജീവൻ പോയാലും. ഓ ഓക്കെ, സോ വാട്ട് അബൌട്ട് അൻവർ ഇബ്രാഹിം? അൻവറിനെ കൊന്നത് താനല്ലെന്ന് എസ്കേപ്പ് അടിക്കാൻ പറ്റില്ലല്ലോ. അൻവറിനെ കൊന്നത് ഞാനാണെന്ന് കോടതിയും മറ്റുള്ളവരും വിചാരിക്കുന്നതിൽ ഐ എം സോ ഹാപ്പി. ഞാനല്ലാതെ ചെയ്തതെന്ന് ആരും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഓ അങ്ങനെ അല്ലേൽ എന്താ അൻവറുമായി നടന്നത്? എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ അപ്പൂനെ അവൻ തട്ടിയെടുക്കാൻ നോക്കി. അത് ഞാൻ കണ്ടു. ഞങ്ങൾ തമ്മിൽ ചെറിയ ഫൈറ്റ് ഉണ്ടായി. നല്ല മഴയുള്ള ദിവസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മഴ പെയ്ത് നല്ല വഴുക്കലുണ്ടായിരുന്നു ബാൽക്കണിയിൽ. അവിടെ വെച്ച് ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കാല് സ്ലിപ്പായി അവൻ താഴത്തേക്ക് വീണു. എനിക്ക് അവനെ കൊല്ലണമായിരുന്നേൽ എൻ്റെ കുഞ്ഞിനെ ചോദിച്ചു വന്ന അന്ന് തന്നെ എനിക്കാവാമായിരുന്നു. പക്ഷേ അവൻ എനിക്ക് കൊല്ലാൻ സാധിക്കില്ല. പണ്ടെപ്പോഴോ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ടായിരുന്നു അവൻ. ലോകം എന്നെ ഈ കേസിൽ പ്രതിയാക്കി. എന്നാൽ ഒരാൾ മാത്രം ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു, എന്നെ അംഗീകരിച്ചു. അത് എൻ്റെ നാദു മാത്രമായിരുന്നു. ഇപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് വെച്ച് ഈ കേസ് എൻ്റെ തലയിൽ നിന്നും മാറില്ല. ബട്ട് ഐ ഫീൽ ഹാപ്പി. അൻവർ കേസിൻ്റെ പ്രതി JK ആണെന്ന് കേൾക്കാൻ. ഓക്കെ, ദെൻ അതർ തൻ്റെ അനിയനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്ര വലിയ കള്ളം ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്തത്? കള്ളമോ? ഇതിൽ എന്ത് കള്ളമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? വീണെടുത്ത് കിടന്ന് ഉരുളണ്ട JK. ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പറ, എന്തിനു വേണ്ടി? സോ നിങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് റിപ്ലൈ തരാതിരിക്കുന്നത് മോശമാണ്. റീസൺ അവൻ്റെ സ്വന്തം അമ്മ തന്നെ എന്നോട് പറഞ്ഞതാണ്. ഞാനില്ലേലും എൻ്റെ കുഞ്ഞ് ഏട്ടൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്, അവനെ ഒറ്റയ്ക്കാക്കരുതെന്ന്. അവൾക്ക് ഞാൻ കൊടുത്ത പ്രോമിസ്, അത്രേ ഉള്ളൂ. സോ ദെൻ അത് നീ അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്താനായില്ല. ആണല്ലേ? പിന്നെ നീ എന്തിനാ നിന്റെ തള്ളയുടെ തറവാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാൻ പോകുന്നത്? എൻ്റെ അറിവിൽ നിന്റെ തള്ളയുടെ ആളുകളോ ആ തറവാട്ടിലില്ല, ശൂന്യമാണ്. പിന്നെ നിന്റെ അവിടെ ആരോ ഉള്ളത്? അത് ഞാൻ അമ്മയുടെ ഡയറി വായിച്ചിരുന്നു. അതിൽ അവിടുത്തെ കാവിൽ വിളക്കി വെക്കുന്നതൊക്കെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ അമ്മയുടെ ആഗ്രഹം പോലെ വിളക്കി വെക്കാൻ പോകുന്നതാ. എന്നാ അങ്ങനെ ആവട്ടെ. അംബികേച്ചി, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പൊക്കോളാം. അയ്യോ അത് കുഞ്ഞെ, അത് വേണ്ട. ആരെങ്കിലും കണ്ടാലോ? എൻ്റെ ചേച്ചി, ഈ നാട് സേഫാണ്. പിന്നെ എത്ര നാളെന്ന് വെച്ചാ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കൊന്ന് വെളിയിലൊക്കെ ഇറങ്ങാൻ തോന്നുക.
കുഞ്ഞുറങ്ങുക. ഏച്ചി കൂട്ടിരുന്നോ, ഞാൻ പോയിട്ട് വരാം. Sir, she's here. അപ്പൂസേ, ആരോ വന്നിട്ടുണ്ടല്ലോ. നിന്റെ ഡാഡയാണോ? നോക്കാം. എൻ്റെ കുഞ്ഞ് ഇവിടെ കിടന്നു. അമ്മ പോയി നോക്കട്ടെ. അവൾ വാതിൽ തുറന്നതും ആരൊക്കെയോ ചേർന്ന് അവളെ തട്ടിക്കൊണ്ടു പോകുന്നു. അച്ഛാ, എന്തിനു വീണ്ടും ഇങ്ങനെ നോവിക്കുന്നത്? ഞാനെങ്ങനെയാടി നിന്നെ നോവിച്ചത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്. നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നത്? എൻ്റെ ആ സീക്കെ കൊന്നവരുടെ അടുത്ത് എനിക്ക് നിൽക്കണ്ട. നിങ്ങളെനിക്ക് കാണണ്ട. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നേ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇമോഷൻസിന് ഒരിക്കലും ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിന്റെ തള്ളയെ ഞാൻ കൊന്നത്. ഇതിലും ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ വന്നതും നിന്നെ കൊണ്ടുപോകാനല്ല. നിന്റെ ഈ നാട്ടുകേസ് നാട്ടിൽ പാട്ടായി. അതുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് നല്ല നാണക്കേടുണ്ടായി. എല്ലാം നീ കാരണം. മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മോളാണെന്ന് എനിക്കില്ല. ആരേലും ഇപ്പോൾ മോൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അവൾ മരിച്ചെന്നാ ഞാൻ പറയാറ്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും. നിന്റെ ആസി പോയതുപോലെ നീ അങ്ങ് പൊക്കോ. നീ എന്തിനാ ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കുന്നത്? നീ പോയാ എനിക്ക് സ്വസ്ഥമായിരിക്കാം. അതുകൊണ്ട് ഗുഡ് ബൈ ഫോർ എവർ. അതും പറഞ്ഞ് അവർ അവളെ കൊല്ലുന്നു. രാവിലെ അംബികേച്ചി വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് നല്ല കരച്ചിൽ. അമ്മയെ കാണാനില്ല. ഉടനെ ജെക്ക് വിവരം അറിയിക്കാൻ കോൾ ചെയ്തു. എന്നാൽ ജെക്ക് ഫോൺ എടുത്തില്ല. അംബികേച്ചി അവിടെ മുഴുവൻ അവളെ അന്നത്തെ ദിവസം തിരഞ്ഞു. അവസാനം പുഴയോരത്ത് ജീവനറ്റ് കിടക്കുന്ന ജാനിയെയാണ് കണ്ടെത്താനായത്. ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് കൈലാഷ് സാറിനെ വിളിച്ചത്. അപ്പോൾ സാർ ബിസിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് JK സാറിനെ വിളിക്കാൻ പറഞ്ഞു. സോ അതാണ് സാറിനെ വിളിപ്പിച്ചത്. എന്താ പ്രോബ്ലം? അത് ഞങ്ങൾക്ക് ഇന്നലെ ഒരു കേസ് വന്നിട്ടുണ്ടായി. ഒരു അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി മരിച്ച കേസാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് ആ കുട്ടി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായത്. ആ കുട്ടി പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയാണ് ചെയ്തത്. അത് ലെറ്ററിൽ പറഞ്ഞത് പ്രകാരം കൈലാഷ് സാർ ആയിരുന്നു. സാർ? യെസ് സാർ. അബോർഷൻ ടൈം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ ആ കുട്ടിയെ വളർത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പല പ്രാവശ്യം ആ പെൺകുട്ടി സാറിനെ വന്ന് കണ്ടിരുന്നു. ബട്ട് സാർ അത് ആ പെൺകുട്ടി അവോയ്ഡാക്കി. വാണിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പലതവണ അപകടപ്പെടുത്താനും നോക്കി. പിന്നീട് വിവാഹം നടക്കാത്ത ഒരു കുഞ്ഞുള്ളവളെ എല്ലാവരും അകറ്റി നിർത്തി. അങ്ങനെ ഒട്ടും വയ്യാതായപ്പോൾ ആ പെൺകുട്ടി സൂസൈഡ് ചെയ്തു. ആൻഡ് 2 പേരും മരിച്ചു. സാറ് വേറെ പ്രൊസീജിയേഴ്സ് നോക്കിക്കോ. ഇനി ഇത് അങ്ങേരെ അറിയിക്കേണ്ട. ഓക്കെ സാർ. ഹലോ അംബികേച്ചി. കുഞ്ഞിനെ ഇനി എന്താ ചെയ്യാ? ഇനി ഇത് അങ്ങേരെ അറിയിക്കേണ്ട. ആൻഡ് 2 പേരും മരിച്ചു. ഇവനെ ഞാൻ കൊണ്ടുപോകുക. അത് മോനെ കുഞ്ഞിനെ വീട്ടിൽ എങ്ങനെയാ? അത് ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി. അങ്ങേരാണ് എൻ്റെ ജാനി ഇല്ലാതാക്കിയെന്ന് എനിക്കറിയാം. അയാൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ അയാളുടെ സമ്മതത്തോടെ തന്നെ എൻ്റെ ജാനിയുടെ കുഞ്ഞ് ആ വീട്ടിൽ കയറണം. നീ എന്തിനാ ഈ വയ്യ വെയിലിനൊക്കെ ചുമന്നുകൊണ്ട് വന്നത്?